Download now. CC Learning app. Hi all, welcome to CC Plus. ഞാൻ കാർത്തിക. സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിലുണ്ടോ? 6ാം ക്ലാസ്സിലോട്ടും 9ാം ക്ലാസ്സിലോട്ടും ആയിരിക്കും ഈ പറയുന്ന സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാലായിട്ട് കാണാം, അതായത് ഈ കഴിഞ്ഞ സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷന് നമ്മുടെ CC പ്ലസിന്റെ ഒപ്പം കോച്ചിങ് ഒക്കെ എടുത്ത് ഇനി ഈ അക്കാഡമിക് ഇയറിൽ സൈനിക് സ്കൂളിലെ സീറ്റ് ഉറപ്പിച്ചതേ കൂട്ടുകാരെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 6ാം ക്ലാസ്സിലെ കൂട്ടുകാരുണ്ട്, 9ാം ക്ലാസ്സിലെ കൂട്ടുകാരുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഈ പറയുന്ന അടുത്ത അക്കാഡമിക് ഇയർ സൈനിക് സ്കൂളുകളിലോട്ട് അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലോട്ടും 9ാം ക്ലാസ്സിലോട്ടും അഡ്മിഷൻ നേടാം. അപ്പൊ അതിന് ഈ പറയുന്ന വെക്കേഷന്റെ സമയത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. കാരണം വേസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്, നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലേ ഇതെല്ലാം തീരത്തുള്ളൂ. അപ്പൊ ഇതിങ്ങനെ പഠിക്കാനായിട്ട് തുടങ്ങുമ്പം ഏറ്റവും വലിയ ടെൻഷൻ ആക്കുന്ന ഒരു ഏരിയ ആണ് എന്ത്, GK എന്ന് പറയുന്നത്. ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ സിലബസ് നോക്കിയാൽ തന്നെ അറിയാം. സാധാരണഗതിയിൽ GK എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള GK അല്ല അതിലുള്ളത്. നമുക്ക് സയൻസ് പഠിക്കാനുണ്ട്, സോഷ്യൽ നിന്നുള്ള ടോപ്പിക്സ് പഠിക്കാനുണ്ട്, കോമൺ ആയിട്ടുള്ള ജനറൽ നോളജ് കാര്യങ്ങൾ, അതായത് എന്താണ് ഈ പറയുന്ന കറണ്ട് അഫെയർസ് പോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് 6ാം ക്ലാസ്സിന്റെ GKക്കകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ GKയുടെ സിലബസ് കാണുമ്പോൾ തന്നെ ഒരു ബിഗിനർ അല്ലെങ്കിൽ ഈ പറയുന്ന പഠിച്ചു തുടങ്ങാനായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ടെൻഷൻ ഉണ്ടാവും. എന്തെല്ലാം കാര്യങ്ങളാണ് GKയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഏതെല്ലാം ഏരിയാസ് ആണ് ഞാൻ പഠിക്കേണ്ടത്. അപ്പൊ ആ സിലബസ് കാണുമ്പോൾ നിങ്ങളൊന്ന് ടെൻഷൻ ആവും, കാരണം വലിയ വലിയ സെന്റൻസ് ആക്കി കൊടുത്തേക്കുവാണ് അതിൻ്റെ അകത്ത്. അപ്പൊ അത്രയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും ഈ പറയുന്ന 6ാം ക്ലാസ് എൻട്രൻസ് എക്സാമിനേഷന്, സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷന് GKയിൽ നിന്ന് ഒരു എക്സാമിനർക്ക് എന്ത് വേണം, വാട്ട് ആൻ എക്സാമിനർ വാണ്ട്സ് എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, GKയുടെ കാര്യമാണ് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് GKയുടെ കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ GKയിൽ നിന്ന് ആദ്യമേ ഏറ്റവും ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയാസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ പറയുന്ന സ്റ്റാറ്റിക് GKയിൽ നിന്ന് നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നാഷണൽ സിംബലുകൾ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉള്ള കാര്യങ്ങളാണ്. ഉറപ്പായിട്ടും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം നാഷണൽ സിംബലുകളെ കുറിച്ച്, അതായത് ഇപ്പം നാഷണൽ ആനിമല്, നാഷണൽ ഫ്ലവർ ഏതാണ്, നാഷണൽ ഫ്രൂട്ട് ഏതാണ്, നാഷണൽ ഗെയിം ഏതാണ്, നാഷണൽ എംബ്ലം എന്താണ്, ഇനി ആ എംബ്ലത്തിനെ സംബന്ധിച്ച് അഡീഷണൽ ആയിട്ട് പിന്നെ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് കാണും അല്ലേ, ആ കാര്യങ്ങളെല്ലാം എവിടെ വരുന്നതായിരിക്കും, നാഷണൽ സിംബൽസിൽ നിങ്ങൾ ഉൾപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നാഷണൽ ആന്തം, അത് എഴുതിയത് ആരാണ്, ഏത് ലാംഗ്വേജിലാണ്. അപ്പൊ ആ പഠിക്കേണ്ട കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഈ ഓരോ ടോപ്പിക്സിന്റെയും വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി, നമുക്കത് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു ബിഗിനർ തുടങ്ങുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പഠിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നാഷണൽ സിംബൽസ് ഡിസ്കസ് ചെയ്തു. നാഷണൽ സിംബൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഒന്ന് പറഞ്ഞു തന്നു. ഇനി ഇവിടെ നോക്കിക്കേ, ഇന്ത്യ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ബേസിക് ആയിട്ട് ഇന്ത്യയെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് വേണം. അതായത് ജോഗ്രഫി ഒക്കെ നോക്കുമ്പോഴുള്ള, അതായത് റിവേഴ്സിന്റെ കാര്യങ്ങള്, ബോർഡറുകള്, പിന്നെ ഈ പറയുന്ന വേറെ എന്താ മൗണ്ടെയിൻസിന്റെ പേര്, ഈ അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, പിന്നെ എന്താണ് പോപ്പുലേഷൻസ്, മേജർ സിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത്, ലാംഗ്വേജസ്, മെയിൻ ആയിട്ടുള്ള ലാംഗ്വേജസ്, ഓരോ സ്ഥലത്തും ഏതെല്ലാം ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് നോക്കാനായിട്ട് ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷന് ചോദ്യം വരാൻ സാധ്യതയുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് നിങ്ങൾക്കറിയോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മോണുമെന്റ്സിനെ കുറിച്ചിട്ടാണ്. അതായത് താജ്മഹൽ പോലെയുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറെ മോണുമെന്റ്സ് കാണുമല്ലോ, അങ്ങനെയുള്ള മോണുമെന്റ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ്, ഡാൻസ് ഫോംസ് മറന്നു പോകരുത് കേട്ടോ. ഡാൻസ് ഫോമുകൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നതാണ്. ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ചോദിക്കുന്നതാണ് ഡാൻസ് ഫോമുകൾ. അതായത് ഓരോ സ്റ്റേറ്റിനും ഓരോ ഡാൻസ് ഫോം കാണും, അതിന്റെ പ്രത്യേകതകൾ കാണും. അപ്പൊ അത് വെച്ച് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതെന്ന് പറയുന്നത്.
പിന്നെ ഈ പറയുന്ന സ്റ്റാറ്റിക് ജി കെയിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ ഡിഫൻസ് സിസ്റ്റം. ഓക്കെ, അപ്പോഴും സംശയം കാണും എന്താണ് അതിൽ നിന്ന് പഠിക്കണ്ടേ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഹെഡിങ്ങിൽ നിന്ന് തന്നെ അറിയാം ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്? ഇന്ത്യൻ ആർമി വരും അല്ലേ, ഇന്ത്യൻ നേവി വരും, അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് വരും. ഇതല്ലാതെ വരുന്ന അഡീഷണൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കണം. പിന്നെ അതുപോലെ ഈ ആർമിയിലും നേവിയിലും ഒക്കെ ഓരോരോ പൊസിഷൻസ് കാണും അല്ലേ, അതായത് കേണൽ എന്നും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ പൊസിഷൻസ് കാണും. അപ്പൊ ആ റാങ്കുകൾ ഒക്കെ, പൊസിഷൻസ് മീൻസ് റാങ്കുകൾ കാണും. ആ റാങ്കിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. അതായത് ജനറൽ, കേണൽ, മേജർ എന്നൊക്കെ പറഞ്ഞ ഒരു റാങ്കിങ് കാണും അവർക്ക്. ആ റാങ്കിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയയും ഈ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അറിവുണ്ടായിരിക്കേണ്ട ഏരിയാസ് ആണ്. ഇനി നോക്കിക്കേ സ്പോർട്സ്. ഓക്കെ, അത് കോമൺ ആയിട്ട് ഈ പറയുന്ന ജി കെ പഠിക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് വരുന്നതാണ്. അതായത് ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ, ബാഡ്മിന്റനെ കുറിച്ചൊക്കെ റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങളും, അത് കൂടാതെ ജനറൽ ആയിട്ടോ എത്ര പ്ലേയേഴ്സ് ഉണ്ട് അല്ലെ, എത്ര പ്ലേയേഴ്സ് ഉണ്ട്, ഓരോത്തിലും ഓരോ എത്ര പ്ലേയേഴ്സ് വേണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഈ പറയുന്ന സ്പോർട്സിൽ ഓരോ സ്പോർട്സ് ഐറ്റത്തിനും ഫേമസ് ആയിട്ട് വരുന്ന ഓരോ ആൾക്കാർ കാണും അല്ലെ, അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സ്പോർട്സ് എന്ന് പറയുന്ന കാര്യം പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. ഇനി നോക്കിയേ ഓർഗനൈസേഷൻസ്, അതായത് ഇപ്പം ISRO, പിന്നെ എന്താണ് നമ്മുടെ UN, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അങ്ങനെ ഓരോരോ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ. ആ ഓരോ ഓർഗനൈസേഷൻസ് അത് വന്ന വർഷം ഒന്നും ഓർത്തില്ലെങ്കിൽ അതിന്റെ പർപ്പസ് നിങ്ങളൊരു 6ാം ക്ലാസ് ലെവലിൽ മെയിൻ ആയിട്ടും ചോദിക്കുന്നത്. ഇപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ഡിസീസിനെ ബേസ് ചെയ്താണല്ലോ. അപ്പൊ ആ രീതിയിൽ പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ, അത് മറന്നു പോരുത്. ഈ ഓരോ ഓർഗനൈസേഷനും ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ യൂണിസെഫ് പോലെയുള്ള യൂണിസെഫിന്റെ ഒക്കെ ഫുൾ ഫോമുകൾ അതൊക്കെ ഓർഗനൈസേഷനിൽ വരുന്നതാണ്. അതിന്റെ ഫുൾ ഫോം സഹിതം എന്ത് ചെയ്തിരിക്കണം, ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഓർത്ത് വെക്കുക, ചുമ്മാ ഒന്ന് സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഓരോ ഹെഡിങ്ങിന്റെ ഉള്ളിലും എന്താണ് പഠിക്കേണ്ടത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നോക്കിക്കേ കറണ്ട് അഫയേഴ്സ്. ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഡൈനാമിക് ജി കെയിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അതായത് റീസെന്റ് ആയിട്ടുള്ള അവാർഡുകളും കാര്യങ്ങളെ കുറിച്ചും എന്തെങ്കിലും പേഴ്സണാലിറ്റീസ് ഓരോ അവാർഡ് നേടിയ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ ഈ പറയുന്ന റിനോഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസോ ഏതെങ്കിലും ഏരിയസിലൊക്കെ ഉള്ള അച്ചീവ്മെന്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതിന്റെ ഉള്ളിൽ വരുന്നതാണ്. കറണ്ട് അഫയേഴ്സിന്റെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന അവാർഡ്സ് പഠിക്കുന്ന സമയത്ത് ഈ ഭാരത് രത്ന, പിന്നെ പത്മ അവാർഡ്, ജ്ഞാനപീഠ അവാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ മസ്റ്റ് ആയിട്ടും നോട്ട് ചെയ്തിരിക്കണം. കുഞ്ഞുങ്ങളാണ്, നിങ്ങൾക്ക് അത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പം നോക്കിക്കേ, സ്റ്റാറ്റിക് ജി കെയിൽ ഈ കാര്യങ്ങൾ വളരെ പക്കയായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് ഇതിന്റെ വെയിറ്റേജ് വരുന്നത് എന്നുള്ളത് നമുക്കൊരു വീഡിയോയിൽ നോക്കാം കേട്ടോ. അതായത് ഇപ്പം എങ്ങനെ പഠിക്കണം, സ്റ്റാറ്റിക് ജി കെ ആണോ കൂടുതൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഡൈനാമിക് ജി കെ ആണോ കൂടുതൽ പഠിക്കേണ്ടത് എന്നൊക്കെ സംശയം നിങ്ങൾക്ക് കാണും. ഏതാണ് കൂടുതൽ സമയം, എങ്ങനെ സ്റ്റഡി സ്ട്രാറ്റജി നോക്കിയാലും കൂടുതൽ മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതെങ്ങനെയാണ്, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമുക്കൊരു വീഡിയോയിൽ നോക്കാം കേട്ടോ. ഇനി നോക്കി അടുത്ത ഏരിയ വരുന്നത് സയൻസ് ആൻഡ് എൻവയോൺമെന്റ് നിന്നാണ്. ഈ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് സോളാർ സിസ്റ്റം, എനർജി, ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്, വാട്ടർ സൈക്കിൾ, ഡൈജഷൻ, സയന്റിഫിക് ഡിവൈസസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സയന്റിഫിക് ഡിവൈസ് ആണ്. ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ല 2 ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, സയന്റിഫിക് ഡിവൈസസിൽ നിന്ന്, അതായത് ഇപ്പം മിൽക്കിൽ അഡൾട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, അങ്ങനെ എന്താണ് നമ്മുടെ പ്രഷർ, ബോഡിയുടെ പ്രഷർ മെഷർ ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു, ഓക്കെ സ്പിഗ്മോമാനോമീറ്റർ ആണ്. അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് വേണ്ടി ബാരോമീറ്റർ ആണ്. അങ്ങനെ ഓരോ സയന്റിഫിക് ഡിവൈസുകൾ ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം അതിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കാണും, ചോദ്യങ്ങൾ കാണും. ഇനി നോക്കിക്കേ, സോളാർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അത് അറിയാവുന്ന പോലെ തന്നെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് വേണം. പ്ലാനറ്റ്സിനെ കുറിച്ച് വേണം. വലിയ പ്ലാനറ്റ് ഏതാണ്, ചെറിയ പ്ലാനറ്റ് ഏതാണ്, റിംഗ് ഉള്ള പ്ലാനറ്റ് ഏതാണ്, റിംഗ് ഇല്ലാത്ത പ്ലാനറ്റ് ഏതാണ്, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും എവിടെ ചോദ്യം വരാൻ സാധ്യത, സോളാർ സിസ്റ്റത്തിൽ നിന്ന് ചോദ്യം വരാനായിട്ടുള്ള സാധ്യത. ഇനി എനർജിയിലോട്ട് വരുമ്പോൾ യു ഹാവ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് അല്ലേ. അതിന്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിച്ചോണം. 4 എണ്ണം തന്നിട്ട് ഇതിൽ ഏതാണ് റിന്യൂവബിൾ അല്ലാത്തത്, ഏതാണ് നോൺ റിന്യൂവബിൾ ആയത്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട്
അതാണ് എനർജിയിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു സോളാർ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് പ്ലാനറ്റ്സിൽ വലുത് ചെറുത് റിംഗ് ഉള്ളത് റിംഗ് ഇല്ലാത്തത് എന്ന് പറഞ്ഞ പോലെ എനർജി പഠിക്കുന്ന സമയത്ത് റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ ആ ഓരോന്നിൻ്റെ അകത്തും എക്സാമ്പിൾസ് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നോക്കിക്കേ, ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. ഈ ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് എന്താണ് വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതൊക്കെ മെഷർ ചെയ്യുന്ന ഡിസാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എർത്ത്ക്വേക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മെഷർ ചെയ്യുന്ന എന്താണ് ഇൻസ്ട്രുമെന്റ് കാണും, അല്ലെ അത് മെഷർ ചെയ്യുന്ന സ്കെയില് കാണും. ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി വേണം നിങ്ങൾ പഠിക്കാൻ. പിന്നെ വാട്ടർ സൈക്കിൾ പഠിക്കണം. ദെൻ ഡൈജഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഡൈജഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം എൻസൈമുകളെ കുറിച്ചൊക്കെ, അല്ലെ മൗത്ത് വെയിനസ് വരെ വരുന്ന കാര്യത്തിൽ ഡൈജഷൻ നടക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പറയുന്ന ഡൈജഷന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെ വെച്ചാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ഐഡിയ വേണം. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി സയൻസ് ആൻഡ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ അത് ഇച്ചിരിയും കൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കും. നിങ്ങൾ പഠിക്കാൻ ഇത്തിരി മടി കാണിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഞാൻ ഈ പറഞ്ഞ സ്റ്റാറ്റിക് GKയും ഡൈനാമിക് GKയും ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, ലൈഫ് ആൻഡ് എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് farmers and agriculture, tribal communities, plants and animals, human body function. ഈ plants and animals and human body functions നിന്ന് ഓരോ പാർട്ടിന്റെ ഫംഗ്ഷൻ, ഓക്കെ, അതായത് ഇപ്പൊ സ്റ്റൊമക്കിന്റെ ഫംഗ്ഷൻ എന്താണ്, ഐയുടെ ഫംഗ്ഷൻ, സെൻസ് ഓർഗനുകളുടെ ഫംഗ്ഷൻ ഹ്യൂമൻസിന്റെ കേസിൽ. ദെൻ പ്ലാന്റ്സിന്റെ കേസ് പറയുമ്പം ഓരോ പാർട്ടും എന്തിനാണ്, അതായത് ഷൂട്ട് സിസ്റ്റം ഉണ്ട്, റൂട്ട് സിസ്റ്റം ഉണ്ട്, അതിൽ ഷൂട്ടിൽ തന്നെ സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്. ഇതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ എന്താണ്, പ്രത്യേകതകൾ എന്താണ്, ആ കാര്യങ്ങളൊക്കെയാണ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി ഫംഗ്ഷൻസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് പ്ലാന്റ്സിന്റെ കേസിൽ അസോസിയേറ്റ് ചെയ്ത് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഫുഡ് ചെയിന്, ഫുഡ് വെബ്, പിന്നെ അതുപോലെ തന്നെ ട്രോഫിക് ലെവല്, ആദ്യം ഫസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്, പിന്നെ കൺസ്യൂമേഴ്സ്, അങ്ങനെയുള്ള ടേമുകളൊക്കെ ഉണ്ടല്ലോ പ്ലാന്റ്സിന്റെ കേസിൽ വരുമ്പോഴേക്കും ആ രീതിയിൽ ഓർത്തിരിക്കേണ്ട, എൻവയോൺമെന്റൽ സ്റ്റഡീസിലൊക്കെ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഏരിയയിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. അപ്പം ഞാൻ പറയുന്നത് പ്രിലിമിനറി ലെവലിൽ ഇത്രയും കാര്യങ്ങൾ അറിയുന്നുണ്ട് അല്ലെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ, ഇന്നൊരു കാര്യം കൂടെ പറയട്ടെ, ഈ ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതിൻ്റെ അകത്ത് ഈ പറയുന്ന മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ആനിമൽസും ഹ്യൂമൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതെല്ലാം ഇതിൽ ചോദിക്കുന്നതാണ്. അതായത് നമുക്ക് മിൽക്ക് തരുന്ന ഏതൊക്കെ ആനിമൽസ് ആണുള്ളത്, അല്ല അവർ നമ്മളെ എങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, അപ്പൊ അതിനൊക്കെ ഓരോ എക്സാമ്പിളും നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാവുന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊന്ന് ഈ പറയുന്ന വെക്കേഷൻ സമയത്ത് തന്നെ ഒന്ന് പഠിച്ചു വെക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ഇത് എപ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. ഇതിപ്പം വളരെ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ GKയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അതിൽ ഈ സ്റ്റാറ്റിക് GKനെ ഒക്കെ ഉറപ്പായിട്ടും ഇതൊന്നും മാറാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ ഉറപ്പായിട്ടും ഇപ്പോഴേ ഒന്ന് പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങിയാൽ ഇപ്പൊ ആ സിലബസ് കണ്ട് അതിൻ്റെ അകത്ത് എന്താ പഠിക്കേണ്ടതെന്നുള്ള സംശയം മാറി കാണുമല്ലോ. അപ്പം ഇപ്പോഴേ അങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ ജനുവരി ആകുമ്പോഴേക്കും സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മുടെ CC+ന്റെ സൈനിക് സ്കൂൾ എൻട്രൻസ് ബാച്ച് 6ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും ഉള്ളത് ഇവിടെ ഓൾറെഡി സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എൻക്വയറീസിന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം. 9496949929 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. ജസ്റ്റ് ഇനി വിളിക്കാൻ മടിയാണോ, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരത് ക്ലിയർ ചെയ്ത് തരും. ഇനി അതല്ല, ഇതുപോലെ കൂടുതൽ അപ്ഡേഷൻസ് നമ്മുടെ വീഡിയോസ് ഒക്കെ വരുന്നത് ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മുടെ പേജൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇട്ടാലേ ഇത് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി അങ്ങനെയല്ല, ചെയ്തിട്ടില്ല എന്നൊക്കെയാണെന്ന് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിലോട്ട്, വാട്സപ്പിലെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ആവാം. അതിനായിട്ട് നമ്മുടെ ലിങ്ക് ഈ പറയുന്ന വീഡിയോയുടെ താഴെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുവാണെങ്കിൽ ഇതുപോലെ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം CC+.